ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടെ ഉടൻ തന്നെ ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു ഇടപെടലും നടത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നിങ്ങനെ കർശന ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീറിലേക്കാണ്. ഷമീർ, എന്തായാലും ഇപ്പോൾ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം പോറ്റി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ പോറ്റി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ED പോറ്റിയെ പിടിമുറുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും എന്തെല്ലാം ഉപാധികളോടെയാണ് കോടതി ഇപ്പോൾ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജാമ്യത്തിൽ വിശദമായ വാദം നടന്നത്. അപ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു സ്വാഭാവിക നീതി ഈ പ്രതിക്കും ലഭിക്കും. അത് 90 ദിവസമായാൽ സ്വാഭാവികമായുള്ള ജാമ്യം ഈ പ്രതിക്കും നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ വിധി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് 11 മണിയോടുകൂടി കേസെടുത്തു. 4ാമത്തെ കേസായിട്ടാണ് പോറ്റിയുടെ കേസ് എടുത്തത്. കേസെടുത്ത ഉടൻ തന്നെ ബെയിൽ ഗ്രാൻഡഡ് എന്ന് കോടതി പറയുകയും ചെയ്തു. ഇതിൽ ബെയിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, 2 ലക്ഷം രൂപ ജാമ്യം, അതായത് ഒരാൾ വെച്ച് 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ ജാമ്യ തുകയായി കോടതിക്ക് മുമ്പിൽ കെട്ടിവെക്കണം. ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ നിരവധി നിർദ്ദേശം സ്വാഭാവികമായും ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിലുമുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ആഴ്ചയിൽ 2 ദിവസം ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചാൽ അതിൽ ഒഴിവ് കഴിവുകൾ പറയാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് എത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാകണമെന്നും കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി കണ്ടീഷനുകൾ ഈ ബെയിലിലുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സ്വാതി ചോദിച്ചതുപോലെ ED ഇന്ന് സ്വാഭാവികമായും ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി പോറ്റി പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ED ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി ആദ്യഘട്ടം എന്ന നിലയിൽ അവർ നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. നോട്ടീസ് നൽകിയാൽ ആ നോട്ടീസ് നൽകുന്ന ദിവസം ED ഓഫീസിലേക്ക് എത്തി ഈ കേസിന്റെ വിവരങ്ങൾ പോറ്റി നൽകേണ്ടി വരും. എന്തായാലും ED അന്വേഷണത്തെയും സ്വാഭാവികപരമായും പോറ്റി നേരിടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ തന്നെ ED അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ SITക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും ഒക്കെ തന്നെ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ ഏതാണ്ട് 60 ദിവസം പിന്നിടുമ്പോൾ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും. പക്ഷേ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ EDക്ക് കഴിഞ്ഞില്ല. 90 ദിവസം കഴിയുന്നു. ഇക്കഴിഞ്ഞ 31-ാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പിന്നിട്ടത് 91ാമത്തെ ദിവസമാകുകയും അങ്ങനെ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. പക്ഷേ അവർക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് വലിയ തിരിച്ചടിയാണ് EDക്ക് ഉണ്ടായിരിക്കുന്നത്. SITക്ക് ഉണ്ടായിരിക്കുന്നത്. SIT കോടതിക്ക് മുമ്പ് ഇതിൽ വെച്ച ന്യായങ്ങൾ സ്വാഭാവികമായും ഈ കേസിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്, വിദേശത്ത് ഇതുമായി ബന്ധമുള്ളവരുണ്ട്, അതുപോലെ ഈ കേസിലേക്ക് ഈ പ്രതികളെ കണക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ ഇതുവരെയും ഇതിലേക്ക് എത്തിയിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. കുറ്റമറ്റമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകുമെന്ന് SIT കോടതിക്ക് മുമ്പിൽ പറയുകയും ചെയ്തു. അത് വലിയ തിരിച്ചടിയാവുകയും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകാൻ കാരണമാവുകയും ചെയ്തു. നേരത്തെ 3 പേർ പുറത്തിറങ്ങിയിരുന്നു. നമുക്കറിയാം, മുരാരി ബാബു പുറത്തിറങ്ങി, CP സുധീഷ് കുമാർ പുറത്തിറങ്ങി, അതുപോലെ ശ്രീകുമാർ, N ശ്രീകുമാർ 42ാമത്തെ ദിവസമാണ് ഈ കേസിൽ പുറത്തിറങ്ങിയത്. അതായത് N ശ്രീകുമാറിനെ കണക്ട് ചെയ്യാൻ പറ്റത്തക്ക തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്താത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ N ശ്രീകുമാറാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങി. അതിനുശേഷം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, കേസിലെ പ്രധാന പ്രതി, 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പോറ്റിയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കോടതിയിലുണ്ട്. പോറ്റിയുടെ ഭാര്യ അടക്കമുള്ള ആളുകൾ കോടതിയിലുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഉത്തരവ് ജയിലിലേക്ക് എത്തും. അതിനുശേഷം എനിക്ക് തോന്നുന്നതനുസരിച്ച് 8 മണിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കാം പോറ്റി ജയിൽ മോചിതനാകുക. അപ്പോൾ തന്നെ ED ഉദ്യോഗസ്ഥരോടെത്തി EDയുടെ നോട്ടീസ് കൈമാറുമെന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വാതി. ശരി ഷമീർ, എന്തായാലും പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനി ED പോറ്റിയെ ചോദ്യം ചെയ്യും. എന്തായാലും ജാമ്യ ഉപാധികൾ, കർശനമായ ഉപാധികളോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഷമീർ നൽകിയത്.